ഹായ്. ഓർക്കിഡ് പുതിയതായിട്ട് വിരിഞ്ഞപ്പോൾ ഇപ്പോൾ എപ്പോഴും വീഡിയോയിൽ ഓർക്കിഡ് തന്നെയല്ലേ, അതല്ലേ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇന്നലെ വാങ്ങിച്ച ചെടികളാണ് കേട്ടോ. ഒരു ഇൻട്രോ തരുന്നത് എൻ്റെ ചെടിയിൽ നിന്നാവാ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം ചെടികൾ ഇട്ട് കേട്ടോ. ഈ വീഡിയോയിൽ ഉറുമ്പിനെ കിട്ടേണ്ട എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഊതി കൊടുക്കുകയാണ്. അപ്പോഴാണ് ആ ഉറുമ്പ് ഇങ്ങനെ ഓടിപ്പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്യാഷില്ലാതെ തന്നെ സൗജന്യമായിട്ട് കണ്ണ് പരിശോധന കേട്ടോ എൻ്റെ വക. അതായത് ഈ മല്ലികയിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മുട്ട് കാണുന്നുണ്ടോ നോക്കി. അപ്പം കാണുന്നുണ്ടല്ലേ. അപ്പോൾ അവർക്ക് കണ്ണിന് തകരാറൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിൽ മുട്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചെറിയ മുട്ടാണ്, ശരിക്കും നോക്കിയാൽ തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങൾ പറയട്ടോ. ഞാൻ ഒരുപാട് ബൊഗവില്ല വാങ്ങിക്കണം വിചാരിച്ചിട്ടാണ് ഞാൻ നഴ്സറി പോകുന്നത്. ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചെങ്ങനെയായിരുന്നോ വൈറ്റ്, റെഡ്, യെല്ലോ, ലാവണ്ടർ, അങ്ങനെ ഓരോ കളേഴ്സൊന്നും ഓരോന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചേ. അവിടെ ചെന്നോ അതിൻ്റെ ഭംഗി കണ്ട് ഞാൻ ഓടിച്ചെന്നു. ഇതിനെത്രയാ ചോദിച്ചപ്പോൾ 800, 1000. എനിക്കിപ്പോൾ ഓർത്തിട്ട് ചിരിക്കുന്നുണ്ട്. 1000ൻ്റെ മുകളിൽ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഞാൻ പിന്നെ ആകെ ഒരു പുകയിട്ടോ. ഇതൊന്നും വാങ്ങാൻ പറ്റില്ല, കാരണം ഞാൻ കൊണ്ടുപോയ ക്യാഷിന് പിന്നെ ഒരു പുകയുമില്ല വാങ്ങിക്കാൻ തന്നെ തികയുള്ളൂ. അപ്പോൾ ഞാൻ കരുതി ചെറിയ തൈകൾ വാങ്ങാം. അപ്പം എനിക്ക് മനസ്സിലായി വലിയതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ചെറിയടത്തുനിന്ന് തുടങ്ങാമെന്ന്. അങ്ങനെ ചെറിയ സെക്ഷനിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അതിലേറെ കോമഡി ആയിട്ടോ. കാരണം ചെറിയ തൈന് തന്നെ 150, 200, 250, 300 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. നോക്കണേ, ഞാൻ ആദ്യം എവിടെ നിന്ന് തുടങ്ങി, വലിയോടത്തുനിന്ന് പോയി ഇപ്പോൾ ചെറിയോടത്താണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ നാണം കെടാൻ വയ്യല്ലോ. ഞാൻ എന്ത് ചെയ്തോ, ചില്ലി ഒന്നെടുത്തോ, പിന്നെ ഏതോ നാടല്ല ഹൈബ്രിഡ് അതൊന്നെടുത്തോ, വൈറ്റ് എടുത്തോ. പിന്നെ കുറഞ്ഞ വിലൻ്റെ നോടല്ലായിരുന്നു കേട്ടോ. പിന്നൊക്കെ നല്ല ചെറിയ തൈ ഉണ്ടെങ്കിലും അതൊക്കെ വലിയ വലിയ മുന്തി എന്തൊക്കെയോ അതിൻ്റെയൊക്കെ പേരുകൾ പറഞ്ഞു. അതൊന്നും ഇപ്പോൾ നമുക്ക് താങ്ങൂല. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് അയച്ച് ബൊഗൈൻവില്ല ഇറക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഒന്ന് പോയി നോക്കണം. ഈ ചെടികളൊക്കെ ഞങ്ങളിവിടെ ചെന്നപ്പോൾ അന്ന് ഇറക്കിയതാട്ടോ. പക്ഷേ ബൊഗൈൻവില്ല മറ്റന്നാളെ വരുള്ളൂ പറഞ്ഞു. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഡയാന്തസ്. അത് ഞാൻ ഷോർട്സ് പറഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ ഇതിൻ്റെ പേര് പറഞ്ഞത്. പിന്നെ വള്ളി റോസ് ഉണ്ടായിരുന്നു. ഇത് പിന്നെ വാങ്ങിയാൽ അത് നല്ലതുപോലെ പൂക്കോ അതോ നഷ്ടപ്പെട്ട് പോകുമൊന്നും എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് ഒഴിവാക്കി, ഞാൻ എടുത്തില്ല. പിന്നെ ഓർക്കിഡ് റോസാണ്. ഇത് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കേട്ടോ വാങ്ങണമെന്ന്. അപ്പോൾ ഇതാണ് ഞാൻ ഒന്നെടുത്തത്. ഞാൻ ചെന്നപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. അതാണ് ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ഞാനൊന്ന് മറ പറ്റി നിന്നിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. ഞാൻ ഇതുപോലത്തെ ചെടികളൊന്നും എടുക്കൂല എന്ന് ഉറപ്പിച്ച് പോയതാണ്. ബൊഗൈൻവില്ലയ്ക്ക് മാത്രമാണ് ഞാൻ പോയത്. പക്ഷേ ബൊഗൈൻവില്ല നമ്മൾ വിചാരിച്ച റേറ്റിനുള്ളതും ഇല്ല. പിന്നെ 3 കളേഴ്സ് ഞാൻ എടുത്തല്ലോ. പിന്നെ ബാക്കി ഞാൻ വേറെ കളേഴ്സ് പറഞ്ഞപ്പോൾ അത് സ്റ്റോക്ക് തീർന്നും ചെയ്തിട്ടുണ്ട്. മൾട്ടി കളേഴ്സിനൊക്കെ എന്താ റേറ്റ് എന്നറിയാം. 1000ൻ്റെ മുകളിലൊക്കെ ഒരുപാട് ബൊഗൈൻവില്ലകളുണ്ട് അവിടെ. ഞാൻ ആഗ്രഹിച്ച പോലെയൊന്നും ആയില്ല കേട്ടോ. ഞാൻ നല്ല കുറേ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. പക്ഷേ അടുത്ത റേറ്റ് കണ്ടിട്ട് ഞാൻ നെട്ടി ആകെ ഷോക്ക് അടിച്ച് പോയിട്ടോ. അവരെ കുറ്റം പറയാക്കൂല, കാരണം ഇപ്പോൾ സീസണല്ലേ, ബൊഗൈൻവില്ലയ്ക്ക് നല്ല റേറ്റ് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ 3 ബൊഗൈൻവില്ല എടുത്തോ. പിന്നെ കുറച്ച് ഞാൻ ലാസ്റ്റ് കാണിച്ചറിയാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത്. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഇട്ട ഷോർട്സിൻ്റെ താഴെയും കുറേ കമൻസ് കാണുന്നുണ്ട്. അതുപോലെ പഴയ വീഡിയോസിൻ്റെ താഴേക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ റീപ്ലൈ തരാത്ത ഞാൻ കുറച്ച് തിരക്കിലാണ് കേട്ടോ. ഇനി നോമ്പൊക്കെ അല്ലേ, അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതും ഒക്കെ തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ ഓടി വന്നിട്ട് വീഡിയോക്ക് വോയിസ് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ നല്ല പ്രയാസമുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിച്ച ഓർക്കിഡ് റോസ് അല്ലേ. അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കണ്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പം അതിൽ നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ട്. ഇനി ഞാൻ ചട്ടിയിലേക്ക് മാറ്റി വെക്കുമ്പോൾ എനിക്കത് ആലോചിക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഒരിക്കൽ ഞാൻ ഇതേപോലെ റോസൊക്കെ വാങ്ങി കൊണ്ടതാണ്ടേ ചട്ടിയിലേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ ആ മണ്ണ് കട്ട് ചെയ്ത് കണ്ട് 2 കഷ്ണമായിപ്പോയി. ആ റോസിനെ നഷ്ടപ്പെട്ടു പോയി, ഉണങ്ങിയാണ് പോയി. അന്നും അടുത്തതാട്ടോ എനിക്ക് ഈ റോസ്. പക്ഷേ അവിടെ പോയി റോസ് കണ്ടു, വീണ്ടും വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്തിനാണ് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചതെന്ന് എവിടെ എത്തിയാൽ കുറേ ചിന്തിച്ചു കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ, അതുപോലെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. നമുക്ക് വണിക്ക അടിക്കണ്ടേ. വണിക്ക അടിച്ചിട്ട് വേണം ഗിവ് അവേ നടത്താൻ. അല്ല, ഗിവ് അവേക്ക് ഇതിൻ്റെ തണ്ടൊന്നും കൊടുക്കാൻ പറ്റുമെന്നുള്ള എനിക്കറിയില്ല കേട്ടോ. കാരണം അത് കമ്പ് കട്ട് ചെയ്ത് കണ്ട് വെച്ചാൽ ഉണ്ടാവില്ല എന്നവർ പറഞ്ഞു. പിന്നെ ഒന്ന് വാങ്ങിയ ഇതാണ് കേട്ടോ. ഇതിനവർ പറഞ്ഞത് നാടൻ ബൊഗൈൻവില്ലയിൽ ഹൈബ്രിഡ്. ഒന്ന് ആ മഞ്ഞയാണ് വാങ്ങിച്ചത്. പിന്നെ ഒന്ന് ഇതാണ് കേട്ടോ. ഇതും ഹൈബ്രിഡ് തന്നെയാണ്. ഇതൊക്കെ എന്താ കാണാൻ ഭംഗിയല്ലേ. ഇതിൽ പെട്ടാണ് ഞാൻ എല്ലാ കളേഴ്സും വാങ്ങിക്കാൻ കരുതിയത്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച് ചെന്നതൊന്നും അവിടെ എത്തിയപ്പോൾ സംഭവിച്ച വേറൊന്നും. അവിടെ സ്റ്റോക്കൊക്കെ തീർന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് നേരം വൈകി എനിക്ക് ട്യൂബ് ലൈറ്റ് കത്തുള്ളൂ. ഞാനത് പറയാനൊരു കാരണമുണ്ട് കേട്ടോ, ഞാൻ പിന്നെ പറഞ്ഞുതരേ. പിന്നെ ഇതാണ് കേട്ടോ ഒന്ന് വാങ്ങിയത്, ഓറഞ്ച് കളറ്. ഇതാണ് ചില്ലി എന്ന് പറയുന്നത്. എനിക്ക് പേരുകളിൽ തലയിൽ നിന്നത് ഇത് മാത്രമാണ്, മറ്റൊക്കെ മറന്നുപോയി. ഈ ചില്ലി അത് എനിക്ക് വേഗം പെട്ടെന്ന് കത്തുന്നത് എന്താ വെച്ചാൽ ഇത് ചെറിയ ചെറിയ ലീഫ് പോലത്തെ പൂക്കളല്ലേ, അപ്പോൾ അതിന് ചില്ലി പറയാൻ എളുപ്പമുണ്ടല്ലോ. പിന്നെ ഒന്ന് വാങ്ങിയത് വയലറ്റ് ജമന്തിയാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇത് ഞാൻ ഒരിക്കൽ വാങ്ങിയതാണ് വേറൊരു കളറിൽ ബ്രൗണ്. അതിൻ്റെ പോയിട്ടോ. അതേപോലെ ഇതിനിപ്പോൾ എന്താവുമോ എന്തോ.
അതേപോലെ ഇതും എനിക്ക് അമളി പറ്റിയോ എന്നുള്ളൊരു തോന്നായിക ഇല്ല. ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഡൗട്ട് പറഞ്ഞപ്പോൾ ലൗബി പറഞ്ഞു കുഴപ്പമില്ല നട്ട് പിടിപ്പിച്ചോളൂ, പിന്നെ നന്നായിട്ടുണ്ടാവും പറഞ്ഞു. ഞാൻ എങ്ങനെ വിചാരിച്ചു വെച്ചാൽ ഇതങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ട് ഇതിന് പകരം ഞാൻ വേറെ എടുക്കട്ടെ എന്ന് ചോദിക്കണം എന്ന് കരുതിയിനി. പിന്നെ ലൗബി പറഞ്ഞു അത് വേണ്ട നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഇനി തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച്. കാരണം അവർ നട്ട് പിടിപ്പിച്ചിട്ട് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ധൈര്യത്തിലാട്ടോ. പിന്നെ ഇതിൻ്റെ ലാവൻഡറും ഓറഞ്ചും എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും പൂടാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. എനിക്ക് ജലദോഷം പിടിച്ചിട്ട് നല്ല ചുമയും ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഗ്യാപ്പിനകത്താണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പിന്നെ ഒന്ന് വാങ്ങിച്ച ഇതാണ് കേട്ടോ, ഒരു പുകയുമില്ല. ഞാൻ റോസ് കാണിച്ചതില്ലേ, അതായത് ഈ ഒരു സംഭവം കാണിച്ചതില്ലേ, ഇതിൻ്റെ വൈറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരെണ്ണം ആ എടുക്കണ്ട ഇതെടുത്തോളി, ഇതാണ് അതിനെക്കാട്ടിലും ഭംഗിയാണോ. അപ്പോൾ പിന്നെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ. ഇതിന് 250 ഉണ്ടായത്. പിന്നെ ലാസ്റ്റ് 20 രൂപ ഒരു ബാലൻസ് തരാണ്ടായിനി. അപ്പോൾ ഒരു വിങ്കാ റോസിന് 30 രൂപയാണ്. അപ്പോൾ എനിക്ക് ആ 20 രൂപക്ക് അത് തന്നു. അങ്ങനെ ഞാൻ ഹാപ്പി, ഞാൻ വീട്ടിലെത്തി. എന്നാലൊരു സങ്കടം ഉണ്ട്. നല്ലൊരു സ്വപ്നം ഉണ്ടായിരുന്നു, കുറേ ബൊഗൈൻവില്ല വാങ്ങുക, എന്നിട്ട് ഇങ്ങനെ വരിക്ക് വെക്കുക, വീഡിയോ എടുക്കുക, അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് സ്വപ്നം കാണാനേ പറ്റുള്ളൂ, അത് പുലരണം എന്നുണ്ടെങ്കിൽ മുകളിലുള്ള ആളെന്നെ വിചാരിക്കണം അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ, ചെടി വാങ്ങിക്കാൻ പോയ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും പോയി കാണുക. ഒക്കെ ലാസ്റ്റാണ് പറയുന്നത്, ആദ്യം പറയേണ്ട ഡയലോഗ് ലാസ്റ്റ് എപ്പോഴും ഞാൻ കൊണ്ടുവന്ന് നിൽക്കുക. ലൈക്ക് ഇടാൻ മറക്കരുത്. അതുപോലെ കമൻസിന് വേണ്ടിയിട്ട് ഞാൻ കട്ട വെയിറ്റിങ്ങിലാണ്. നമുക്ക് വേഗം മണിക്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, അതുപോലെ ലൈക്ക് ഇടണം. എന്നാലേ ഈ ചാനൽ എല്ലായിടത്തേക്കും എത്തുള്ളൂ, അപ്പോഴല്ലേ നമുക്ക് മണിക്കാവുക. അപ്പോൾ ഓക്കെ, ബായ്.